നമ്മുടെ ഈ ശുശ്രൂഷ ഫാത്തിമ റോസറി ക്രൂസൈഡ്, ഞാൻ ഇടയ്ക്ക് ഒന്നൊരു ആഡ് ചെയ്യുകയാണ്. ഫാത്തിമ റോസറി മിറക്കിൾ ക്രൂസൈഡ്. വസതിൽ ഫാത്തിമയിൽ വെച്ച് കഴിഞ്ഞ ഒക്ടോബർ 13 ഫാത്തിമയിലായിരിക്കുമ്പോൾ പോർച്ചുഗലിൽ അവിടെ വെച്ച് എൻ്റെ ഉള്ളിൽ വന്നത് ഈ ഒരു പേരാണ്. പക്ഷേ അത് നീണ്ട ഒരു പേര് ആൾക്കാരുടെ നാവിൽ ഒതുങ്ങില്ലല്ലോ, അങ്ങനെ വിചാരിച്ച് ഞാനത് ചെറുതാക്കിയാണ് ഈ ഫാത്തിമ റോസറി ക്രൂസൈഡ് എന്നാക്കിയത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കി, നമ്മൾ എന്താണോ നമ്മൾ ഏറ്റുപറയുന്നത് അതാണ് സംഭവിക്കുക. ഈ മുൻപ് നമ്മൾ നടത്തിയുള്ള ശുശ്രൂഷകളെല്ലാം അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷകളാണ്. ഇതെല്ലാം അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷകളായിരുന്നു. നിങ്ങൾക്കറിയാം, ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതായിരുന്നു. ഇത് വാസ്തവത്തിൽ നമ്മളൊരു യുദ്ധം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ട അവസരം കൂടിയാണിത്. ഇതിനകത്ത് 4 പേരുകളാണ് വരുന്നത്. 1 ഫാത്തിമ, 2 റോസറി, 3 മിറക്കിൾ, 4 ക്രൂസൈഡ്. ഇത് 4 തലങ്ങളാണ്. ഫാത്തിമ എന്ന് പറയുന്നത് പോർച്ചുഗലിലെ ഫാത്തിമയുമായി ബന്ധപ്പെട്ട 917 പരിശുദ്ധ കന്യാമറിയം അവിടെ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ വലിയൊരു പദ്ധതി. സ്വർഗത്തിൻ്റെ ഹിതം, പിതാവിൻ്റെ ഹിതം അവിടെ പരിശുദ്ധ കന്യാമറിയമാണ് ആ കുഞ്ഞുങ്ങളിലൂടെ സഭയ്ക്ക് പകർന്നു കൊടുത്തത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പിതാക്കന്മാരോട് സംസാരിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന് ശേഷം ദൈവദൂതന്മാരല്ല, പരിശുദ്ധ കന്യാമറിയമാണ് ലോകത്തിന് നാനാ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെ പിതാവിൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് 917 ഫാത്തിമയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 6 മാസത്തെ തൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജൂലൈ 13 നടത്തപ്പെട്ട വെളിപ്പെടുത്തൽ. നരകം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ നരകത്തിൽ കടന്ന് പിടയുന്ന കോടിക്കണക്കിന് ആത്മാക്കളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധമ്മ പറഞ്ഞൊരു വാക്ക്, പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. അവരെ രക്ഷിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഇതാണ് പരിശുദ്ധ അമ്മ കൊടുത്ത ദൂത്. അവിടെ കാണിച്ചു കൊടുത്തത് നരകമാണ്, സാക്ഷാൽ നരകം, ശുദ്ധീകരണ സ്ഥലമല്ല. ആ നരകത്തിലെ ആത്മാക്കളാണ് കാണിച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം ഫാത്തിമയിൽ വന്ന് അപ്രകാരം ഒരു ദൗത്യം ഈ കുഞ്ഞുങ്ങളെ പരംഭിച്ച്? കുഞ്ഞുങ്ങൾ ഒന്നും ഒരു പഠനവും അറിയില്ലാത്തവരെ, കൊച്ചുകുട്ടികളാണ്, 10ഉം 12ഉം അതിൽ താഴെയും പ്രായമുള്ള കുട്ടികൾ. അവർക്കൊരു പഠനങ്ങൾ അറിയില്ല, അവർക്ക് ലോകത്തിൻ്റെ മറ്റൊന്നും തിന്മയും അവരെ ഏശിയിട്ടില്ല. ഹൃദയങ്ങൾ നിഷ്കളങ്കവും വിശുദ്ധവുമാണ്. അവരോടാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ ഹിതം പരിശുദ്ധമായി വെളിപ്പെടുത്തിയത്. അതിന് കാരണം ഇതാണ്, തൻ്റെ പ്രിയപുത്രൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂസിൽ ജീവൻ അർപ്പിച്ച് പിശാചിന് മേൽ വരിച്ച വിജയമാണ് തൻ്റെ ആത്മാവ് യേശു നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അടിമൊള ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും മഹത്തായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണത്. ക്രൂശ് മരിച്ച യേശു ആ കുരിശുമരണത്തിലൂടെ പാപത്തെയും പിശാചിനെയും അവൻ്റെ ആധിപത്യങ്ങളെല്ലാം തകർത്തുകൊണ്ട് അവൻ്റെ സാമ്രാജ്യമായ നരകത്തിലേക്ക് യേശു ഇറങ്ങിച്ചെന്നു എന്നുള്ളത്. ഹല്ലേലൂയ. അവിടെ സുവിശേഷം പ്രസംഗിച്ച് ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് രക്ഷയുടെ കവാടം തുറന്നു കൊടുത്ത് അതിനുശേഷമാണ് യേശു 3-ാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത്. ഇത് നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഇത് പ്രഘോഷിക്കപ്പെടുന്നില്ല എങ്കിൽ മരിച്ചവർക്ക് രക്ഷയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലുള്ള കുടുംബങ്ങൾ, സഭയിലെല്ലാം ഇത്രമാത്രം ഞെരുക്കങ്ങളും പ്രശ്നങ്ങളുമാണ്? ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുൻപ് എന്നൊക്കെ ഈ ഒരാഴ്ചക്കാലം എനിക്ക് ലഭിച്ച ഫോൺ വിളികൾ അനേകരുടെ നിലവിളികളായിരുന്നു. ഒരു ഇവിടെ ഇരിപ്പുണ്ടായിരിക്കാം, ക്ഷമിക്കണം. ഒരു അമ്മ എന്നെ വിളിച്ചു. ആ അമ്മ പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവ് ഒരു തിന്മ ചെയ്തു, ഞാനത് തിരുത്താൻ ആവശ്യപ്പെട്ടു. അത് തിരുത്താൻ തയ്യാറായത് മാത്രമല്ല, ഭയങ്കര മദ്യപാനമാണ്. ഇപ്പോൾ അയാൾ എന്നെ കൊല്ലുമ്പോൾ നടക്കുകയാണ്. സകല നേരവും കയ്യിൽ വാക്കത്തിയുമായിട്ട് എൻ്റെ വീട്ടിൽ അയാൾ നിൽക്കുകയാണ്. എപ്പോഴാണ് എനിക്ക് വിട്ടതെന്ന് എനിക്കറിയില്ല. ഭയന്ന് ഞാനോട് ജീവിക്കുകയാണ്. കുറേ നാളുകളായിട്ട് ഇത് സംഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വഴിയില്ല ബ്രദറെ, രക്ഷിക്കാൻ ആരുമില്ല. അവർ പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ ശബ്ദം ഉയർന്ന് അടുത്ത വീട്ടിൽ കേൾക്കും. ഭയന്നാണ് ജീവിക്കുന്നത്, രാത്രി ഉറങ്ങാൻ ഭയമാണ്.
അയാൾ മദ്യപിച്ച് മദ്യത്തിൻ്റെ അടിമയാണ് ആള്. വേറൊരു അമ്മ എന്നെ വിളിച്ചത് ഒരു വിദേശ രാജ്യത്തു നിന്നാണ്. ആ സ്ത്രീയോട് പറയുകയാണ്, എൻ്റെ മൂത്ത മകന് 37 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവൻ മാനസികമായ അസ്വസ്ഥനാണ്, സമനിലയില്ലാത്തവനെ പോലെയാണ്. അവൻ്റെ സമനില നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ജനലൊക്കെ തല്ലിപ്പൊട്ടിക്കും. ആ സ്ത്രീ പറയുകയാണ്, ഇന്ന് രാവിലെ ഇറങ്ങി എൻ്റെ വീടിൻ്റെ ജനലെല്ലാം തല്ലിപ്പൊട്ടിച്ചു, കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അയൽവാസികൾ പറഞ്ഞു, ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കും. ആ രാജ്യത്തെ നിയമപ്രകാരം പോലീസ് അവനെ അറസ്റ്റ് ചെയ്താൽ അവനെ കൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ട് പ്രാർത്ഥിക്കും. തൻ്റെ മകനോടുള്ള സ്നേഹത്തെ പ്രതി അമ്മ അവരോട് പറഞ്ഞ്, അരുതേ, അവൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തില്ല, എൻ്റെ വീടിൻ്റെ ജനലാണ് തല്ലിപ്പൊട്ടിക്കുന്നത്, നിങ്ങൾ അവനെതിരെ കേസ് കൊടുക്കരുത്. ഞാൻ ആ സ്ത്രീ വിളിച്ചിരിക്കുകയാണ്, എങ്ങനെയും എന്നെ മകനെ രക്ഷിക്കണം. ഇതുപോലുള്ള ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, രക്ഷയുടെ മാർഗം കർത്താവ് തുറന്നു തന്നിട്ട്, അതിനുള്ള വഴികൾ കാണിച്ചു തന്നിട്ട്, അത് വിശ്വസിക്കാതെ സ്വീകരിക്കാതെ അതിനെതിരായി ജീവിക്കുന്ന മനുഷ്യര്, സഭയുടെ അധികാരികൾ, ഇങ്ങനെയുള്ള ഈ മനുഷ്യരെ ആര് രക്ഷിക്കും? എവിടെയാണ് മനുഷ്യ രക്ഷയുള്ളത്? ഒരുവനൊരു ക്രൈസ്തവനാകുമ്പോൾ, ഒരു കത്തോലിക്കനാണെങ്കിൽ, ഒരു യാക്കോബക്കാരനാണെങ്കിൽ, ഒരു ഓർത്തഡോക്സുകാരനാണെങ്കിൽ അവൻ ഒരു സഭയ്ക്കുള്ളിലാണ്. അവൻ ദൈവരാജ്യത്തിൽ അംഗമായി മാറിയവനാണ്. അവൻ്റെ അവകാശമാണ് ഇങ്ങനെയുള്ള നാശങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് സ്വതന്ത്രനാവുക എന്നുള്ളത്, സ്വതന്ത്രനാക്കപ്പെടുക എന്നുള്ളത്. പക്ഷെ അവന് കിട്ടുന്നില്ല എങ്കിൽ അവൻ എവിടെ പോകണം? അത് കിട്ടാൻ വന്നുകൊണ്ടാണ് ഇന്ന് അനേകം ആളുകൾ അന്യയിടങ്ങളിൽ ചേക്കേറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം കാണാൻ ഇടവന്നൊരു വാർത്തയുണ്ട്. പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ വിശ്വാസം ശക്തമായി പടരുന്നു. അവിടെ ക്രൈസ്തവരുടെ എണ്ണം വളരെയധികമായി പെരുകുന്നു. പ്രത്യേകമായിട്ടൊരു വാർത്ത കണ്ടത് പഞ്ചാബിനെ കുറിച്ചാണ്. സിഖുകാരുടെ ആധിപത്യമുള്ള ദേശമാണ് പഞ്ചാബ്. 15% അവിടെ വെറും 1% കിടന്ന ക്രൈസ്തവരാണ്. ഒരു 15% ഉയർന്നു എന്നാണ് കണക്ക് പറഞ്ഞത്. ഇതെല്ലാം തമിഴ്നാട്, ആന്ധ്ര, കുറേ സംസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം ഉള്ള കണക്കുകൾ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെയെല്ലാം ഭയങ്കര വർധനയുണ്ട്. പക്ഷേ ഇതൊന്നും സഭയ്ക്കല്ല, കത്തോലിക്ക സഭയ്ക്കില്ല. ഇതെല്ലാം പെന്തക്കോസ്ത് സഭകളിലേക്ക്. കാരണം അവരുടെ തീക്ഷ്ണമായ പ്രവൃത്തികൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം ഫാത്തിമയിൽ നൽകിയ ആ വലിയൊരു ദൗത്യമായിരുന്നു ഈ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അത് സംഭവിച്ചില്ല. അത് സ്വീകരിക്കാൻ തയ്യാറായില്ല, അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം സഭയുടെ കീറാമുട്ടിയായ ഒരു പഠനം, നരകം നിത്യ നരകമാണ്, അവിടെ പോയി രക്ഷയില്ലായതല്ലോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉണ്ടാക്കിയ ഒരു പഠനമാണ്. ദൈവത്തിൻ്റെ വചനമായി യാതൊരു അടിസ്ഥാനത്തൊരു ഒരു വചനം, ഒരു പഠനമാണത്. അങ്ങനെ ഒരിക്കലും ബൈബിളിൽ ഇല്ല. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാടുകൾ പുസ്തകം ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയതുകൊണ്ട് 4-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചൊരു നിയമത്തെ ഇന്നും അതിനെ കുടപിടിക്കുകയാണ് മനുഷ്യര്. ഇന്ന് ജനങ്ങൾ നശിക്കുന്നു, കുടുംബങ്ങൾ നശിക്കുന്നു, ദേശങ്ങൾ നശിക്കുന്നു, സഭ നശിക്കുന്നു. എന്നിട്ട് ദൈവമേ എന്താണ് കാരണമെന്ന് ചിന്തിക്കാൻ ആരുമില്ല. നമ്മുടെ ഈ എറണാകുളത്ത്, ഈ ദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെങ്ങും നോക്കണ്ട, സഭയിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അട്ടിമറി, അട്ടഹാസങ്ങൾ, സമരങ്ങൾ എത്ര നാളുകളെ തുടങ്ങിയിട്ട്. പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ജനങ്ങളും തെരുവിലിറങ്ങി സഭയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യുക. അവരെ പുറത്താക്കാൻ വേണ്ടി കുറേ പേര് നിൽക്കുക. എവിടെയാണ് സമാധാനമുള്ളത്? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഇത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളല്ല, ഇതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം ഇതാണ്. ഞാൻ പറഞ്ഞ പരിഹാരം ഇതാണ്. ഈ സഭയിൽ ജീവിച്ച് മരിച്ചുപോയി അധികാരികൾ ജീവിച്ച പുരോഹിതന്മാരും മെത്രാന്മാരും ജീവിച്ച് കന്യാസ്ത്രീകളോട് ജീവിച്ച് വിശുദ്ധമായി ജീവിക്കാൻ വിളിക്കപ്പെട്ട ഒരു സമൂഹം പാപം ചെയ്ത് നശിച്ചു പോയപ്പോൾ, നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ ചെന്നപ്പെട്ടത് പിശാചിൻ്റെ പിടിയിലാണ്. അവരായിരിക്കുന്നത് അശുദ്ധാത്മാക്കളായിട്ടാണ്. ഇന്ന് അവരാണ് ഈ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്നത്. അവരാണ് മനുഷ്യരെ, അധികാരികളെ സ്വാധീനിച്ച് പ്രശ്നം സൃഷ്ടിക്കുന്നത്. അതെത്ര ചർച്ച നടത്തിയാൽ തീരാൻ പോകുന്നില്ല. അവർ രക്ഷപ്പെടാത്ത കാലത്തോളം പ്രശ്നങ്ങൾ തീരില്ല. അവർ രക്ഷപ്പെടണമെങ്കിൽ
ഒരു സാധാരണ പ്രാർത്ഥനയ്ക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. നഷ്ടപ്പെട്ടു പോയ ഒരു അധികാരി, ഒരു അശുദ്ധാത്മാവ്, കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആലോചിക്കാൻ വരുന്നില്ല. ദയനീയമായ ഈ ഞാൻ അറിയുന്ന മരിച്ചുപോയ ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ദയനീയ അവസ്ഥ എത്രയോ ഭീകരമായ രീതിയിൽ പൈശാചിക ശക്തിയായി നിന്ന് അവരിന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ. എനിക്ക് അവരോട് സഹതാപം തോന്നി. ദൈവമേ, കണ്ടവർക്ക് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിൻ്റെ ആധിപത്യം അതിശക്തമാണ് സഭയിൽ. അവർ ബന്ധിക്കപ്പെട്ട് അവരെ കീഴ്പ്പെടുത്താതെ സഭയ്ക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. അവരെ ബന്ധിക്കപ്പെടണമെങ്കിൽ, അവർ കീഴടങ്ങണമെങ്കിൽ അത് ഒന്നു മാത്രമേ വഴിയുള്ളൂ. അത് സ്പിരിറ്റ് ഇൻ ജീസസ് അഭിഷേകമാണ്. ഈ അഭിഷേകത്തിന് മാത്രമേ അവരെ വിടുവിക്കാൻ പറ്റൂ. അതൊരു നഗ്ന സത്യമാണ്. എന്തെല്ലാം ചെയ്താലും മോചിപ്പിക്കാൻ പറ്റില്ല. അതൊരു സത്യമാണ്. കാരണം ദൈവം അയച്ചൊരു വഴിയാണ് സ്പിരിറ്റ് അഭിഷേകം. ഈ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് സമയത്തിൻ്റെ തെളിവിൽ അയച്ച കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ ശക്തി, അവിടുത്തെ അഭിഷേകം, അതാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. ആ നാമത്തിന് ശക്തിയുണ്ട്, ആ നാമത്തിന് അധികാരമുണ്ട്. ഏത് പിശാചിൻ്റെ മേൽ, ഏത് അശുദ്ധാത്മാക്കളുടെ മേൽ, ഏത് നാരീ ശക്തിയുടെ മേൽ അധികാരമുണ്ട് സ്പിരിറ്റ് നാമത്തിന്, സ്പിരിറ്റ് അഭിഷേകത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സഭ പശ്ചാത്തപിക്കേണ്ടിയിരിക്കുന്നു. അത് പശ്ചാത്തപിക്കേണ്ടത്, ഏറ്റുപറയേണ്ടത് 998 മുതൽ സ്പിരിറ്റിനെതിരെ ചെയ്ത അതിക്രമങ്ങള് ഓർത്ത് അവർ കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ. അത്രമാത്രം നിന്ദ്യവും ഹീനവുമായ രീതിയിൽ സഭ പ്രവർത്തിച്ചിട്ടുണ്ട്, നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട്. അത്രമാത്രം നിന്ദ്യവും ഹീനവുമായ രീതിയിൽ. ഞാനീ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്, അർത്ഥമെന്ന് എനിക്കറിയാം. എത്രയോ മക്കളുടെ നിലവിളി ഉയർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കൂട്ടായ്മയിലെ എത്രയോ മക്കള് ഈ കേരളത്തിന്റെ പുറത്തൊക്കെ പള്ളിക്കകത്തിരുന്നുണ്ട് അപമാനിക്കപ്പെട്ടപ്പോൾ ഉയർന്ന വലിയൊരു നിലവിളി, ദൈവത്തിൻ്റെ മുമ്പിൽ നീതിക്ക് വേണ്ടിയുള്ള നിലവിളി. വില കൊടുത്ത എത്രയോ മക്കള് കുദാശയിൽ മുടക്കി അപമാനിച്ച് പള്ളി പോലും കയറ്റാതെ ഉണ്ടായ എത്രയോ സംഭവങ്ങൾ. എവിടെയെല്ലാം സ്പിരിറ്റിന് മക്കള് പ്രാർത്ഥനയിൽ ദൈവത്തിൽ മാത്രം ശക്തി കണ്ടെത്തിയവരാണ്. ഹല്ലേലൂയ. നമ്മളാരും ഇന്നുവരെ തെരുവിൽ ഇറങ്ങിയില്ല, നമ്മുടെ ശബ്ദം തെരുവിൽ കേട്ടില്ല, സമരത്തിന് പോയില്ല, മുദ്രാവാക്യം വിളിച്ചില്ല. മറിച്ച് ഈ വില കൊടുപ്പ് ആവശ്യമായിരുന്നതിനാൽ നമ്മുടെ ഈ വില കൊടുപ്പിലൂടെ സഭയെ നേടണം, സഭയെ ശുദ്ധീകരിക്കണം, സഭയെ യേശുവിനെ തിരുശരീരമാക്കി മാറ്റണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തിൽ എല്ലാവരും ഈ സഹനങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി. അതുകൊണ്ട് ഇന്നും സ്പിരിറ്റ് ജീസസ് ഒരു ശക്തിയായി, ഒരു ശക്തമായ വലിയൊരു പാറയായി, ഒരു പർവ്വതമായി ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരുവനും തകർക്കാനാവാത്ത വണ്ണം ദൈവത്തിന്റെ ശക്തിയായി സ്പിരിറ്റ് ജീസസ് നാമം ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കണം. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വവും, എല്ലാ സ്തുതിയും, എല്ലാ നന്ദിയും, എല്ലാ ആരാധനയും അങ്ങ് അർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷത്തിലാണ് ഈ കേരളത്തിൽ ഒരു കത്തോലിക്ക പള്ളിയിൽ കഴിഞ്ഞ ജനുവരി 8 തീയതി ഒരു സ്പിരിറ്റ് ശുശ്രൂഷ നടത്തപ്പെട്ടു. 25ാമത്തെ വർഷമാണ്. 25 വർഷം. 25 വർഷമായി ദേവാലയങ്ങൾ നമുക്ക് വിലക്കപ്പെട്ടതാണ്. ഒരു സത്യം പ്രഘോഷിച്ചതിൻ്റെ പേരില്ല. സകല മരിച്ചവർക്കും രക്ഷയുണ്ട്. ഇത് മനുഷ്യന്റെ കണ്ടുപിടുത്തമാണെങ്കിൽ ഒരിക്കലും ഈ സമൂഹം നിലനിൽക്കില്ല.
ഇത് കർത്താവിൻ്റെ പദ്ധതിയായതുകൊണ്ട്, ഇത് കർത്താവിൻ്റെ വചനമായതുകൊണ്ട് ഇത് കർത്താവ് വിജയിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം കത്തോലിക്കാ സഭയിലെ ഒരു അഭിമന്യ പിതാവ് ഫാദർ ജോസഫ് പമ്പളാനി, അദ്ദേഹത്തെ കാണാൻ സാഹചര്യമുണ്ടായി. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ ഒറ്റ വാക്കിതാണ്: എൻ്റെ രൂപതയിൽ എല്ലാ സ്പീഡിസുകാർക്കും ഞാൻ കുദാശകൾ കൊടുത്തു. ഹല്ലേലൂയ. അദ്ദേഹം എത്രാനാകുന്നതിന് മുൻപ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അനേകം മീറ്റിങ്ങുകൾ നടത്തി, അനേകം ഇടവകളിൽ മീറ്റിങ്ങുകൾ നടത്തി പ്രസംഗിച്ചത് സ്പീഡിസിനെതിരെയാണ്. ഇതിലാരും പോകരുത്, അത് സഭയ്ക്കെതിരാണെന്ന് പ്രസംഗിച്ച അതേ പുരോഹിതൻ ഒരു മെത്രാനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ആദ്യത്തെ കാര്യമാണ് തലശ്ശേരി രൂപതയിലുണ്ടായിരുന്ന സകല സ്പീഡിസ് മക്കൾക്കും കുദാശകൾ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: എൻ്റെ രൂപതയിലെ അനേകം അച്ഛന്മാർ എന്നോട് പറഞ്ഞു, ആ ഇടവകളിലെ യഥാർത്ഥ കത്തോലിക്കർ സ്പീഡിസുകാരാണ് എന്ന്. ഹല്ലേലൂയ. ഓരോരുത്തരുടെയും നല്ല സാക്ഷ്യങ്ങൾ, താനൊരു സ്പീഡിസാണെന്നുള്ള അറിവിൽ നടത്തിയ സാക്ഷ്യങ്ങൾ, ആ സാക്ഷ്യങ്ങൾ ആ രൂപത്തിൽ അനേകം പുരോഹിതന്മാരുടെ കണ്ണുകൾ തുറപ്പിച്ചു. അവർ പറഞ്ഞു, സ്പീഡിസുകാരാണ് യഥാർത്ഥ കത്തോലിക്ക വിശ്വാസികൾ. നമ്മുടെ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരു സഹോദരനുണ്ട്, സണ്ണി കോനാൽ. ഇവിടെ ഇല്ല ആള്. ഒരു സാക്ഷ്യം മാത്രം ഞാൻ പറയാം. അദ്ദേഹത്തിന് 18 വർഷമായി അദ്ദേഹത്തിന് കുദാശകൾ മുടക്കിയിരുന്നു. ആ മനുഷ്യൻ എന്നും പോയി നിലവിളിക്കും, എല്ലാ ദിവസവും അദ്ദേഹം പള്ളിയിൽ പോവും. പക്ഷെ കുർബാന കൊടുക്കില്ല, കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അത് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. കുർബാന കഴിഞ്ഞാലും പള്ളിയിൽ നിന്ന് പോകില്ല, അവിടെ നിന്ന് പ്രാർത്ഥിക്കും. പല പുരോഹിതന്മാർ മാറി മാറി വന്നവിടെ. അവസാനം കഴിഞ്ഞ വർഷം അവിടെ വന്നൊരു പുരോഹിതൻ, അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ സണ്ണി എന്ന മനുഷ്യൻ മാത്രം കുർബാന കഴിഞ്ഞാലും പള്ളിക്കകത്തുണ്ട്, അയാൾ പോകില്ല. ഒരു അച്ഛൻ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് അച്ഛൻ പ്രസംഗിക്കുകയാണ്: നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ഓടിപ്പോകുന്നത്? നിങ്ങൾക്കൊരു 10 മിനിറ്റ് വേണ്ടി നന്ദി പറഞ്ഞുകൂടെ? അങ്ങനെ ചെയ്യണമെന്ന് ഉപദേശിച്ചിട്ട് കുർബാന കഴിഞ്ഞു. അദ്ദേഹം പോയി തൻ്റെ കുർബാന കുപ്പായെല്ലാം ഊരി വെച്ച് അത് തിരിച്ച് സങ്കീർത്തി വരുമ്പം, അൾത്താരെ വരുമ്പം അദ്ദേഹം കണ്ട് പള്ളിക്കകത്ത് ഒറ്റ മനുഷ്യനില്ല. ഈ സണ്ണി എന്ന സഹോദരൻ മാത്രം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ വളരെ വേഗം ഓടി അവിടെ ചെന്നു, ചണ്ടിച്ചേട്ടാ നിങ്ങൾക്ക് കുർബാന വേണോ? വേണോ അച്ഛാ? കയറി വരാൻ പറഞ്ഞു. അച്ഛൻ പോയി കുർബാന കൊടുക്കാനുള്ള സംവിധാനം ചെയ്ത് അദ്ദേഹം ഒന്ന് സക്രാരി തുറന്ന് സണ്ണി ബ്രദറിന് കുർബാന എടുത്ത് കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേഗം രൂപതയിൽ പോയി മെത്രാനെ കണ്ടു പറ, പിതാവ് എനിക്ക് കുദാശകൾ തരണം, ഞാൻ വിളിച്ചു പറയാം, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് തലശ്ശേരി രൂപതയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള സെക്രട്ടറിസിനെ പറഞ്ഞു, കാണാൻ പറ്റില്ല, നിങ്ങൾ സ്പീഡീസല്ലേ, കാണാൻ പറ്റില്ല, സമ്മതിക്കില്ല. തന്നെ പറഞ്ഞു, ഞാൻ കണ്ടിട്ടേ ഞാൻ പോകൂ, എനിക്ക് പിതാവിനെ കണ്ടേ പറ്റൂ. അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയോ പിതാവ് അറിഞ്ഞു. ഒരു അച്ഛൻ വിളിച്ച് പറഞ്ഞായിരിക്കാം അവിടുന്ന്. പിതാവ് വിളിപ്പിച്ചു, പിതാവേ 18 വർഷമായിട്ട് എനിക്ക് കുർബാന തരുന്നില്ല. പിതാവ് പറഞ്ഞു, ഒരു കടലാസിൽ എഴുതി തന്നേക്കാൻ പറഞ്ഞു, ഞാൻ പാസ്സാക്കിയിരിക്കുന്നു കുദാശ തരാൻ. അങ്ങനെ ആ മകനും അവിടെ അന്ന് പിതാവ് എഴുതി കൊടുത്തു, അവന് കുദാശ കൊടുക്കണം. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ രൂപതയിലെ അച്ഛന്മാരുടെ സാക്ഷ്യങ്ങളാണ്, സ്പീഡിഷ് മക്കളെക്കുറിച്ചുള്ള നല്ല സാക്ഷ്യങ്ങളാണ് ഈ രൂപതയിൽ ഞാൻ കുർബാനകളും കുദാശകളും കൊടുക്കാൻ കാരണമായിട്ട് മാറിയത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, പിതാവ് ഞാൻ വീണ്ടും വരാം, സംസാരിക്കണം. അങ്ങനെ വീണ്ടും ഒരു 3 മാസം 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തലശ്ശേരിയിലെത്തി. തലശ്ശേരി അരമനയിൽ ചെന്നു. ഒരു 1.5 മണിക്കൂർ സമയം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാഹചര്യമുണ്ടായി. അദ്ദേഹം എന്നോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ നരകമെന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ അത് മാത്രം കളയുകയാണെങ്കിൽ. എന്നിട്ട് പറഞ്ഞ് നമുക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, 5 ബിഷപ്പുമാർ, അവരുമായിട്ട് നമുക്ക് ഒന്നിച്ചൊരു ചർച്ച നടത്താം. ഞാൻ പറഞ്ഞു, ആട്ടെ പിതാവേ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവിടെ പോന്നു. ഞാൻ പ്രാർത്ഥിച്ചവർക്ക് മനസ്സിലായി ആ ഒരു വാക്ക്, ഞാനത് വേണ്ടെന്ന് വെച്ചാൽ അതെൻ്റെ പരാജയമാണ്, അത് സ്പിരിറ്റിൻ്റെ പരാജയമാണ്.
യേശുക്രിസ്തു കുരിശിൽ കൊടുത്ത ജീവന്റെ ആ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണത്. കാരണം കർത്താവ് വിജയം വരിച്ചത്, സാത്താൻ്റെ മേൽ വിജയം വരിച്ചത് പഠിപ്പിക്കുമ്പോഴും ആ സാത്താൻ്റെ രാജ്യമായ നരകത്തിൻ്റെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ടാണ് യേശുക്രിസ്തു നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് നഷ്ടപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്കിന് ആത്മാക്കൾക്ക് രക്ഷയുടെ കവാടം തുറന്നു കൊടുത്തത് എന്നുള്ള സത്യത്തെ മറച്ചു വയ്ക്കാൻ തുല്യമായിട്ട് മാറും. അത് അവിടെ രക്ഷയെ തടസ്സപ്പെടുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറും. അങ്ങനെ ഒരു വാക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ യേശു നരകത്തിലേക്കല്ല എങ്കിൽ പിന്നെ യേശു എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത്? യേശു നരകത്തിൽ ഇറങ്ങിയില്ല എങ്കിൽ നഷ്ടപ്പെട്ടവർക്ക് രക്ഷയില്ല. യേശു നരകത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരാത്മാവിന് രക്ഷയുണ്ടാകത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ്, നിന്റെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് he preached the gospel, the spirits imprisoned there, and he declared salvation to the lost souls, and Jesus resurrected from the dead. അതാണ് യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അവൻ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തടവരാത്മാക്കൾ സുവിശേഷം പ്രസംഗിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവിടെ നിന്നാണ് യേശു ഉയർത്തെഴുന്നേറ്റ്, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. ആ മഹത്വമാണ് യേശുവിന് പിശാചിൻ്റെ മേൽ, സാത്താൻ്റെ മേൽ വിജയം കൊടുത്തത്. അത് ചെയ്തില്ലെങ്കിൽ യേശുവിന് വിജയമില്ല. യേശു സാത്താനെ ജയിച്ചിട്ടില്ല. യേശു നരകത്തിൽ പോയിട്ടില്ല എങ്കിൽ യേശു സാത്താനെ ജയിച്ചിട്ടില്ല. എന്ത് അധികാരത്തിലാണ് പറയുന്നത്? എന്ത് വിശ്വാസത്തിലാണ് പറയുന്നത് സാത്താന്റെ മേൽ അധികാരമുണ്ട് എന്ന്? അത് യേശുക്രിസ്തു നരകത്തിൽ ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ്. അവൻ നരകത്തിൽ ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് അവൻ്റെ രണ്ടാം വരവ് വരെ, യേശുവിൻ്റെ രണ്ടാം വരവ് വരെ ഏതൊരു പാപിക്കും രക്ഷയുണ്ട്. നിത്യമായ നാശം സംഭവിക്കുന്നത് only after the final judgment, അവസാന വിധിക്ക് ശേഷം മാത്രം. ഈ ഒരു സത്യത്തെയാണ് സ്പിരിറ്റ് ജീസസ് ഈ 25 വർഷമായിട്ട് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു നീതി നഷ്ടപ്പെട്ട കോടിക്കണക്കിന് ആത്മാക്കൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മൾ യുദ്ധം ചെയ്തവരാണ്. ആരെല്ലാം ഈ വിശ്വാസം ഉറച്ചുകൊണ്ട് ഈ അഭിഷേകത്തിൽ ചേർന്ന് നിൽക്കുന്നുവോ നീ യുദ്ധം ചെയ്യുന്നവരാണ്. ഇത് ജയിച്ചേ പറ്റൂ. ഈ കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി മൂടപ്പെട്ട ഈ ഒരു വലിയ സത്യം പുറത്തു വന്നെങ്കിൽ മാത്രമേ ആത്മാക്കൾ രക്ഷപ്പെടൂ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകൂ, വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. പരിശുദ്ധ കന്യാമറിയം 1917 അതാണ് ആ കുഞ്ഞുങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്. മനുഷ്യൻ മാറ്റിയൊരു നിയമത്തെ, ദൈവത്തിൻ്റെ അല്ലാത്തൊരു പദ്ധതിയെ മനുഷ്യൻ അവൻ്റെ പദ്ധതിയായി കൊണ്ടുവന്നപ്പോൾ അത് തിരുത്തുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അറിയണം, പരിശുദ്ധ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ടാണ് പറഞ്ഞത്, പാപവും പാവയുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ, ടു സേവ് ദം, അവരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ നിൽക്കുന്ന ആ ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ അമ്മ നൽകിയ ആ കൽപ്പനയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാത്തിമ ദൗത്യം ഏറ്റെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഫാത്തിമ ദൗത്യം ഏറ്റെടുത്ത് 2022 മുതൽ ഫാത്തിമ ജമാൽ റാലികൾ ആരംഭിച്ചു. ആ 2022 തന്നെയാണ് ആത്മാക്കൾ അപ്പോസ്തലൻ എന്ന പദവിയിലേക്ക് കർത്താവിനെ വിളിച്ചുയർത്തിയത്. കാരണം ഞാനത് വിശ്വസിച്ചപ്പോൾ, അതിനുവേണ്ടി നിലകൊണ്ടപ്പോൾ, അത് പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ആ സ്വർഗം അതിന് മുദ്ര വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും മാനുഷികമായ കഥകളാണെങ്കിൽ, കൽപ്പിത കഥകളാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഈ യുദ്ധം ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി ഡെവിൾ. ഇത് സാത്താനെതിരെയുള്ള പോരാട്ടമാണിത്. പിശാച് സമ്മതിക്കൂ? സാത്താൻ സമ്മതിക്കൂ? അത് സത്യമായത് കൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ സ്പിരിറ്റ് ഈ സത്യത്തെ ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ആത്മാക്കൾ രക്ഷപ്പെടുകയാണ്.